ബോഡി ഉള്ളതുകൊണ്ട് ചട്ടൂരി പോയതാണ്. ഞാൻ ചട്ടം അങ്ങനെ ഉറപ്പിക്കല്ലോ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഡോണ്ട് ബി സോ ജഡ്ജ്മെന്റൽ. അല്ലേ, ചോദ്യത്തിന് ഉത്തരമാണ്. ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കരിയറിൽ ഇങ്ങനത്തെ സിനിമ വരെയായി ഇതിൻ്റെ ആസ് എൻ ആക്ടർ അല്ല. സോ ടെക്നിക്കലി ഓൾസോ ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ കാണുന്നവർക്ക്. താങ്ക് യു. ഹലോ, നമസ്കാരം. അഗൈൻ രഞ്ജിത്ത് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. ഇത്രയും പേര് ഇവിടെ ടേൺ ഔട്ട് ആയി. അഗൈൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രോമിനൻറ്റ് തിയേറ്ററിൽ റിലീസാണ് ജയ ഗണേഷ്. ഈ വരുന്ന ഏപ്രിൽ 11 മുതൽ സിനിമ കേരളത്തിലും ഔട്ട്സൈഡ് കേരളയിലും റിലീസ് ഉണ്ടാവും. പ്രിവിലേജ് ടു വർക്ക് വിത്ത് എ ഫാന്റാസ്റ്റിക് ഗ്രൂപ്പ്. ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ഇൻ്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആസ് എ ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി കഴിഞ്ഞു ജയ ഗണേഷ്. ഐ ഓൾറെഡി ടോൾഡ് രഞ്ജിത്തായിട്ട് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഹിം ബീങ് ദ റൈറ്റർ, അത് ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് ആയിട്ട് ഞാൻ കാണുന്നു. ഇനി വിൽ ഡെഫിനറ്റ്ലി റൈറ്റ് മോർ, ബട്ട് ടിൽ ഡേറ്റ് ഐ തിങ്ക് ആ ഭാഗ്യം എനിക്കുണ്ടായി. നല്ലൊരു കഥയും കഥാപാത്രം എനിക്ക് കിട്ടി. ആൻഡ് ഫാന്റാസ്റ്റിക് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പം തന്നെ നന്ദി പറയുന്നു. അഗൈൻ വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം യു. അവരെല്ലാവരും മഹിമയുടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ല രണ്ടാമതാണ് വർക്ക് ചെയ്യുന്നു. സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവരോടൊപ്പം. എല്ലാവരോടും ജോമോൻ ഷീസ് ഹിയർ, യു ഹേർട്ട് ബാഡ്ലി, വിൽ ഗെറ്റ് വെൽ സൂൺ. റയാൻ വെരി ചാമിങ്, ഭയങ്കര ഇൻ്റലിജന്റ്. ആൻഡ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ഐ തിങ്ക് ഹിം ബീങ് എ വെരി ടാലന്റഡ് ഗൈ. വളർന്നു വരുമ്പോഴേക്കും ഐ തിങ്ക് ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ഇൻഡസ്ട്രി. പിന്നെ സൂപ്പർ സ്റ്റാർ ആൻഡ് ശങ്കർ, എല്ലാവരും താങ്ക് യു സോ മച്ച്. ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കണ്ടേ എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് രഞ്ജിത്ത് ശങ്കർ. ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ്. സോ എനിക്ക് രഞ്ജിത്തിന്റെ ഒരു ടെക്സ്റ്റ് വരുന്നു, വിൽ യു ബി എ പാർട്ട് ഓഫ് മൈ മൂവി എന്ന് ചോദിച്ചപ്പോൾ കണ്ണടച്ച് യെസ് ഓഫ് കോഴ്സ്. ബാക്കി ഒന്നും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. സെക്കൻഡ് ഉണ്ണി. പിന്നീടാണ് അറിഞ്ഞത്, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. മഹിമ, നമുക്കെല്ലാവരും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡേവിസ്. റയാൻ, ബാക്കി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും. പിന്നീട് വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴെല്ലാവരും എന്നെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലിസറിൻ. എപ്പോഴും എല്ലാ സിനിമയിലും കണ്ണ് കലങ്ങിയ ഒരു ക്യാരക്ടർ, കരഞ്ഞ് ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു. അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഈ മൂവിയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തൂടെ പോലും ഗ്ലിസറിൻ പോയിട്ടില്ല. ഇതിനകത്തൊരു ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാനൊരു ബോൾഡ് ആൻഡ് ഒരു ഫിയേഴ്സ് ക്യാരക്ടർ. സോ ഐ എം സോ ഹാപ്പി. ഏപ്രിൽ 11 റിലീസ്. ആൻഡ് താങ്ക് യു ഓൾ കമ്മിങ്. താങ്ക് യു. ശങ്കർ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു AI വേർഷൻ സോങ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമയിലൊരു ഇപ്പോൾ AI കുറിച്ച് അല്ലെങ്കിൽ എഴുതി നല്ലോണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ അത് വലിയൊരു ബോൾഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഫ്രം പാർട്ട് ഓഫ് ശങ്കർ ആൻഡ് രഞ്ജിത്ത്. രണ്ടുപേരും ചേർന്ന് ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഭയങ്കര പുതുമകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഐ ഫീൽ ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് എൻ്റെ കരിയറിൽ ഇങ്ങനത്തെ സിനിമ വരെയായി ഇതിൻ്റെ ആസ് എൻ ആക്ടർ അല്ല. സോ ടെക്നിക്കലി ഓൾസോ ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ കാണുന്നവർക്ക്. താങ്ക് യു. ഇപ്പോൾ ഒരു അണ്ടർഡോഗിന്റെ വിജയം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ സിനിമകളിൽ തന്നെ പലവർക്ക് കണ്ടിട്ടുമുണ്ട്. ജയ ഗണേഷിൽ അത് വ്യത്യസ്തപ്പെടുത്താനാണോ അയാളെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആക്കാന്ന് ചിന്തിച്ചത്? ജയ ഗണേഷിന്റെ ഒരു കോർ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാൾ മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയാണ്. ഒരു 2012 ആ സമയത്തൊക്കെ. അപ്പൊ അന്ന് തന്നെ അതൊരു നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ലാക്കിക്കൊണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് കിട്ടിയത്
ഈ വീൽ ചെയറിൽ ആൾ വന്നപ്പോഴാണ്. അതും അഗെയിൻ ഇറ്റ് ഇസ് കോയിൻസിഡന്റൽ. ബിക്കോസ് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെ 2-3 കഥകൾ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ രാവിലെ ഒന്ന് ജിമ്മിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റലി ഒരു വീൽ ചെയറിൽ ആളെ കാണുകയായിരുന്നു. അപ്പോൾ പുള്ളി നമ്മൾ സാധാരണ കാണുന്ന ആളെ പോലെയല്ല, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര സോഷ്യലാണ്. അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇയാളെ വീൽ ചെയറിലാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു. ബിക്കോസ് ഇതൊരു പ്രോപ്പർ ഹീറോ ആണ് ഇതില്. അപ്പൊ അയാളെ വീൽ ചെയറിലാക്കി കഴിഞ്ഞാൽ ആ സീൻസൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഐഡിയ കിട്ടിയില്ല. പേടി തോന്നി. ആ പേടിയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ്, ഒരു ചാലഞ്ച്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴുനീള ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു ഹീറോ വീൽ ചെയറിലായിട്ടൊരു അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജക്റ്റ് ഒന്ന് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അപ്പൊ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അങ്ങനെയാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വീൽ ചെയറിൽ ഒരാളുടെ ആക്ച്വൽ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഞാൻ മുമ്പും സിനിമ ചെയ്തിട്ടുള്ള ഇപ്പോൾ പേരിക്കുട്ടിയിലാണെങ്കിലും സുസുസുയിലാണെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ പോലും വീൽ ചെയറിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ വലിയൊരു കുഴപ്പമുണ്ട്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അവർക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ്, ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ്, അവരുടെ ലൈഫ് അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ സിമ്പതിയോട് കൂടിയാണ് അവരെ എവിടെയെങ്കിലും നമ്മളെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗ്രോൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈക്വലായിട്ട് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ വളരണം എന്നൊരു തോന്നൽ കൂടി ഈ സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഉറപ്പിക്കല്ലോ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഡോണ്ട് ബി സോ ജഡ്ജ്മെന്റൽ. അല്ല, ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഉറപ്പിക്കല്ല. സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വോണ്ട് ടു സേ. രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും. ലൈക്ക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് വരും. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോളിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് റൺ ദി യാം. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4ാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിലും പോയിട്ട്. അപ്പം എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആക്കി. പിന്നീട് എനിക്ക് പറഞ്ഞ ഒരു കാര്യം കൂടി, സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി. എനിക്ക് അങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അപ്പം എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ നോർമലി ഒരാളോട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ബോഡി ഷേപ്പിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ മറ്റേ എലുങ്കോലാണെന്ന് നീ പറയുന്ന ഒരാളാണ്. ഇത് ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പൊ പബ്ലിക്കിൽ പറയല്ല, ഞാൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് പറയണം. വാട്ട് ഈസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് എ ഫിലിം? ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് രഞ്ജിത്ത് ഈസ് ഓൺലി റൈറ്റ് ടു സെൻഡ് മീ 28 to 29 ഡ്രാഫ്റ്റ് ഓഫ് എ സ്ക്രിപ്റ്റ് അങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ്. അത് ജയസൂര്യൊക്കെ പറയും ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് DTP ഷോപ്പാണ്. രാവിലെ ഐ ഹാവ് സെൻഡ് യു അനദർ ഇമെയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും. ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെൻ യു സ്പെസിഫൈ ദ പോയിന്റ്. ബിക്കോസ് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുക. സോ ദ പാർട്ട് ഈസ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു. ഇറ്റ് വാസ് ഈസി ഫോർ മീ. എനിക്ക് അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നത്. ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മാനുവർ ചെയ്യുക അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയർ കമ്പാരിറ്റീവ്ലി. അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസായതിനു ശേഷം. ആക്ച്വലി മുന്നേ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ആദ്യമായിട്ട് നമ്മൾ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ്. ബിക്കോസ് ഒരു ത്രൂ ഔട്ട് ഒരു വീൽ ചെയറിൽ ഒരു പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സീക്വൻസ് ആണ്.
അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യും നമുക്ക് ആശങ്കകളുണ്ട്. ഇനി ആക്ടർ. അപ്പൊ ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി സ്റ്റോറിയിലും നല്ലൊരു കറക്ഷൻ എനിക്ക് തന്നു. ബിക്കോസ് എൻ്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് സംഭവിച്ചിരുന്നത്. അപ്പൊ ഉണ്ണി എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ ഇത് ഫുൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴാക്കി. ആൻഡ് ആ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഈ പർട്ടിക്കുലർ ഫ്രണ്ട് നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണി പുള്ളി ഒരുമിച്ച് സ്കൂളിൽ എത്തുവാണെങ്കിൽ ക്ലാസ്സിൽ ആദ്യത്തിൽ നിന്ന് അവനായിരിക്കും. അത്രയും പവർഫുൾ ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത്. എൻ്റെ ഫോട്ടോ എല്ലാം കാണിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്ത് ഇത് ഷൂട്ടിങ്സ് ആണ്. എനിക്ക് തോന്നിയ ഉണ്ണിയിൽ തോന്നിയ ഒരു ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് റോൾ ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെക്കുറിച്ചൊരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അത് ഈ കാലങ്ങൾ ഇത് എക്സ്ട്രീംലി ടയറിംഗ് ആണ്. അതായത് ഈ കാലം ഒരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം, അതെങ്ങനെ ചെയ്യണമെന്ന് ഉണ്ണി തന്നെ കണ്ടുപിടിച്ചത്. അത് അവരും അവരുടെ ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു. അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചില്ല. അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം ബിക്കോസ് അത് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതൊരിക്കൽ പോലും എനിക്ക് തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പ്രൊമോഷന്റെ കേസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹീറോയും ഉണ്ണി സിനിമ പ്രൊമോട്ട് ചെയ്ത പോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പുള്ളി ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരുന്നു ഈ ജയഗണേഷിൽ എന്ന് പറഞ്ഞത്. അപ്പം ഐ തിങ്ക് ബേസിക്കലി എല്ലാ രീതിയിലും നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻസ് എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഇനി ജയഗണേഷ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ജയഗണേഷ് സംഭവം എൻ്റെ സിനിമയാണെങ്കിലും ഈ ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് കളിച്ച് വരാന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ജയഗണേഷ് അതിലേക്ക് എത്താം. അതിൽ 100 അടിച്ചിട്ടുണ്ട് ആള്. ഞാൻ 100 അടിച്ചു, പക്ഷെ തോറ്റു. ജയഗണേഷ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഈ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് അതായിരുന്നു എന്നുള്ളത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഓൾ ദ ഇഷ്യൂസ് ദാറ്റ് ഹാപ്പൻഡ് ആർ വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ അത് എന്തുകൊണ്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ നമുക്കതിലൊരു ഉത്തരവാദിത്തമില്ല. കാരണം ഇത് എത്രയോ ഉണ്ണിനെ മീറ്റ് ചെയ്ത് ജസ്റ്റ് മുമ്പോ അതിന് മുൻപോ ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ടൈറ്റിലാണ്. അപ്പോൾ ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന്റെ കാരണം അതിൽ ഉണ്ണിയെ സത്യം ഇടൂ. ബിക്കോസ് വേറെ ആളെ പേജിൽ സിനിമയുടെ പേര് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ബിക്കോസ് ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് ജയഗണേഷ് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ചോട്ടാ ഭീം എന്നൊക്കെ പറയും, അതുപോലെ ഒരു ക്യാരക്ടറാണ് ജയഗണേഷ്. അപ്പൊ അതിന് പറ്റുന്ന പേര് ഇപ്പൊ ഒരു പീറ്റർ പോൾ എന്നിട്ടൊരു സുഖം ഉണ്ടാവില്ലോ ഉദാഹരണം. അപ്പോൾ അങ്ങനെ ഒരു പേരാണത്. എനിക്ക് ക്യൂട്ട്, പിന്നെ ഭയങ്കര കമേഴ്ഷ്യലാണ് ആ പേര് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തൊരു പേരാണ്. അപ്പം പക്ഷെ അതിന് പുറകിൽ പിന്നീട് ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായി. അപ്പൊ അത് കാരണം നമ്മൾ പിന്നീട് ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായത്. അതിനെക്കുറിച്ച് നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഒരു സിനിമ കണ്ണട ചിത്രങ്ങളിൽ പോകുന്നുണ്ട് ഇപ്പോഴൊരു സർവൈവൽ നോക്കുന്ന അങ്ങനത്തെ ഒരു ജോണിനെ കുറിച്ചാണ് പോകുന്നത്. ശരിക്കും അങ്ങനത്തെ ജോണാണ് ആവശ്യം താല്പര്യം. കൊമേഴ്ഷ്യൽ നോക്കുന്നത് എല്ലാ ദിവസമായാലും ശരി, മെഡിക്കൽ ആയാലും ശരി, എല്ലാം ഒരു സർവൈവൽ സ്റ്റോറിയാണ്. ഇത് ഒരു സർവൈവൽ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനത്തെ ജോണാണ് കുറച്ചുകൂടെ. അങ്ങനെയൊന്നും അല്ലാത്ത സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുമ്പോൾ ആയിരിക്കാം. അപ്പൊ നിങ്ങളാണ് അത് അനലൈസ് ചെയ്യേണ്ടത് കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമകളെല്ലാം പല തരത്തിലുള്ള സർവൈവലാണ്. ജയഗണേഷ് വേറെ രീതിയിലുള്ള സർവൈവലാണ്. അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യണം. അങ്ങനെയല്ല, നമുക്കൊരു കഥയാണ് എപ്പോഴും അതിന് ചെയ്യാൻ താല്പര്യം തോന്നുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്ത സിനിമകൾ ഡിഫറെന്റ് ആണോ തീർച്ചയായിട്ടും ആലോചിക്കാറുള്ളൂ. ഒരുപോലെ ആണെങ്കിൽ ചെയ്യാറില്ല. അപ്പൊ എനിക്കത് തോന്നാറില്ല. ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്പനിയുടെ സർവൈവലോ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അത് പ്രോബ്ലി ദാറ്റ് ഇസ് ഇൻ മീ. അതുകൊണ്ട് ആ സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ഭവിക്കുന്നതായിരിക്കാം. ഉണ്ണി ഇപ്പൊ ബോളിവുഡിലൊക്കെ ഉള്ള പ്രൊമോഷൻ രീതികളുണ്ടല്ലോ. ഗജനയുടെ സമയത്ത് അമീർ ഖാൻ മുടി വെട്ടി കൊടുക്കുന്നു, ലണ്ടൻ ഡ്രീംസിന്റെ സമയത്ത് സൽമാൻ ഖാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു ഉണ്ണിമൂന്തൻ മോഡൽ ഓഫ് പ്രൊമോഷൻ ആണോ ആ ഷർട്ട് വരലല്ലേ നമ്മൾ കണ്ടത്? ബോഡി കൊണ്ട് ഷർട്ട് ഊരി പോയതാണ്. ഞാൻ ഷർട്ട് അല്ല, അതല്ല. പ്രൊമോഷനായിട്ട് സംസാരിക്കാം. പക്ഷെ അത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് എ വെരി ഗുഡ് ഫിസിക്. എനിക്ക് ഊരാനും ബുദ്ധിമുട്ടില്ല. പൊതുവെ ഫിസിക് ഉള്ള ആൾക്കാരെ ഊരിക്കാൻ പറ്റും, കുഴപ്പമില്ല. അത് കോൺഫിഡൻസിന്റെയും കൂടെ ഒരു ഭാഗമല്ലേ. ഇപ്പം ഐ തിങ്ക് ഹി ഈസ് എക്സ്ട്രീംലി കോൺഫിഡന്റ് അബൌട്ട് ഹിംസെൽഫ്. പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാം. ബിക്കോസ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 15 CR ക്രോസ് ചെയ്ത് കിട്ടും. അപ്പോൾ
ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ വൈബ്, എനർജി, അങ്ങനെയൊക്കെ ആണല്ലോ. ഒരു യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒരു നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിൻ്റെ ട്രെയിലർ കട്ടും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ മൂവി ഇതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൺ സിനിമ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത്. സോ വി തോട്ട് ആൻഡ് ഐ ജെന്യുവൻലി ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ സെറ്റ് ഓഫ് ആൾക്കാർ സിനിമ കാണാൻ വരും. എന്തിനീ സിനിമ കാണണം, അതും വിഷുകാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ, ബിഗ് മൂവി, വി ആർ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച്. അപ്പോൾ അതിന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിപ്പോൾ 5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യൻ്റെ ഒപ്പം സെറ്റപ്പ് ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ഈ സിനിമ റിലീസായി നിങ്ങൾ കണ്ട് പറയുന്നതിനേക്കാളും നല്ലത് ഐ വാണ്ട് ടു ഇൻവൈറ്റ് യു, ഐ വാണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലെജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർക്ക് കാണാം. ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ വി ഡു എ ലോട്ട് ഓഫ് ഇംപ്രൂവ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഇപ്പോൾ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല, ഏത് ഷർട്ട് ഊരിയെന്നാണ് പ്രൊമോഷൻ. ജയഗണേഷിന്റെ ടീഷർട്ട് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അതെ അതെ, പുള്ളി കുറെ ഒരു ഹൈബർനേഷനിലായിരുന്നു രഞ്ജിത്ത്. ലൈക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ പുറത്ത് നോക്കുമ്പോൾ പല പോസ്റ്റേഴ്സ് തിരിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യാം. സോ അഗൈൻ ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ ടീം വർക്ക്. എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബാണ്. സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ബട്ട് ഡ്യൂറിങ് ദ പ്രോസസ് ഈ സിനിമ എൻജോയ് ചെയ്യുക, അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്നു, സി നോട്ട് ജസ്റ്റ് ഇവരില്ല. ഇപ്പോൾ മൈമാസ് കേന്ദ്രം കാസർഗോഡ് അല്ലേ, ആൻഡ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ അതാ ലിഗമെന്റ് ആണ് വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മകൾ വെക്കും. ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാവരും വന്നു. ഇപ്പോൾ ജെനുവിൻലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്കും വരേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് സിനിമയിൽ അഭിനയിച്ചു, പ്രൊഫഷണൽ ലീഡ്, ഇനി മോൻ ചെയ്യാം. ബട്ട് മോൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ രാജവേട്ടൻ സോറി രാജമൗലികാരും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു അശ്വതി കേട്ടു. ഈസ് വെരി ബിസി, ഈസ് വെരി വെരി ബിസി. ശങ്കറിനെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ 9ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. സോ ഈസ് അഗൈൻ ഞങ്ങൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സറ്റൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ ജൂക്ക് ബോക്സ് ഇറക്കി കഴിഞ്ഞു. AI വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക, അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്സ് എ ലോട്ട് ഓഫ് ഗട്ട്സ്. ബിക്കോസ് പറയാൻ എളുപ്പമാണ്, ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ്. ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞതേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഞങ്ങൾ ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ US ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഓൺ ബാക്ക്. അപ്പോൾ ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിലെ ടോം ക്രൂസിൻ്റെ ഒരു സിനിമ ഒരു ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ടോം ക്രൂസ് ഫാനാണ്, ആക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യാൻ എന്ത് ചെയ്യണം, ഒന്ന് ഒരു സിനിമ എടുക്കണം, അപ്പോൾ ട്രെയിലർ ഉണ്ടാവുമല്ലോ. ഞാൻ ശരി അങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ ചേട്ടനെ വിളിച്ചു, ഒരു ട്രെയിലർ ഉണ്ട്. അപ്പോൾ ആരുടെ പറഞ്ഞു, എൻ്റെ പടത്തിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ദിസ് ഈസ് ഇതിപ്പോൾ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ കണ്ടു എന്നല്ല, ടു വെരി ഓണസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ സിനിമയുടെ ട്രെയിലറോട് കളിക്കുന്നത് വെച്ചാൽ അത് കളിപ്പിക്കും. അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കണം. ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സിനിമ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഈ പ്രസ് മീറ്റ്. അപ്പം നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യം എന്തിനാ പറയുന്നത്, ത്രൂ യു നമ്മുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും. എന്നാൽ പിന്നെ വിഷുകാലത്ത് ഇത്രയും ഒരു ടാലന്റായ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഉദ്ദേശം. താങ്ക് യു. മൂന്ന് വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ
എൻ്റെ സിനിമകളിൽ എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിനിമകൾ വീണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് ടി വിയിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ. വൈ ഐ ഗോട്ട് ഇൻടു പ്രൊഡക്ഷൻ ഇസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാൽ അഭിനയിക്കാം, പിന്നെ ഒരു 5 വർഷം ടു മച്ച് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനാണ്, ഞാൻ അതിന് മുകളിലൊന്നും കാണാനില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ കാര്യം, നമ്മളെ ചെറുതായി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? കറക്റ്റ്. ഇപ്പോഴാണ് ഇതിൽ ഓണായത്. കുഞ്ചാക്കോ ബോബനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കാലത്ത് വരെയും കുഞ്ചാക്കോ ബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടായിരുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ആളുകൾ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഉണ്ണിമുന്തൻ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അതായത് ഒരു ക്യാരക്ടർ കൊടുക്കുന്ന എഫേർട്ടും കൂടി കാണുന്ന സിനിമയായിരിക്കും ജയ് ഗണേഷ്. ഞാൻ പക്ഷെ പണ്ട് തൊട്ടേ അങ്ങനെ കണ്ടിട്ടുണ്ട്, കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത്. സോ എനിക്കതുകൊണ്ട് പത്തിലും ടു ബി ഓണസ്റ്റ് ഉണ്ണി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ഐ തിങ്ക് ബുക്ക് ഫോളോ ചെയ്തു തോന്നുന്നു. അപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റൈറ്റ് ഫ്രം ഡേ വൺ ആ മൂവി ജയ ഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവറി ഡേ എല്ലാ ദിവസവും ജയ ഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതുണ്ട്, ഇറ്റ് ഈസ് ദയർ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ജയ ഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാനറിയാം. പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി. മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര്, ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെ കുറിച്ച്. ഞാൻ അതുകൊണ്ട് ഉണ്ണി ഇരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എല്ലാവരും ചോദിച്ചിട്ട് ഇത്രയും കാലം വെച്ചുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് താങ്ക് യു. ഈ നടികരുടെ ട്രെയിലറിലെ ഉണ്ണിമുന്തന്റെ ഫാൻസിനെ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഉണ്ണിമുന്തനാണ് ഏറ്റവും ലോയലായിട്ട് ഫാൻസിനെ. ഉണ്ണി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കക്ഷിയാണ്. ഉണ്ണി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം, പുള്ളി ആദ്യത്തെ സിനിമ അഭിനയിച്ചു മല്ലു സിംഗ് അഭിനയിച്ച് അത് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അഭിനയം നിർത്തി ഗുജറാത്തിൽ പോയ ആളാണ് ഉണ്ണി. ഗുജറാത്തിൽ പോയി പിന്നെ അവിടെ തിരിച്ചു വന്നോണ്ട് കോളേജിൽ ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ വിളിച്ച് അവർ വളരെ അതിലൊരു സ്റ്റുഡൻസ്. അപ്പൊ അതായത് എനിക്ക് പുള്ളിയുടെ ഒരു ഗുജറാത്തിലൊക്കെ വളർന്നതിന്റെ കൾച്ചർ കൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു നായകൻ ഇവിടുത്തെ ഒരു കോളേജിൽ പഠിക്കാൻ കേരളത്തിൽ പഠിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങൾ കുറെ ചർച്ചകൾ അതിനൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ് പുള്ളി. പുള്ളി ഒരു വേറൊരു ചെറിയൊരു സ്പിരിച്വൽ തലമൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ഇപ്പൊ ഈ ഗാർഹസ്ഥ്യത്തിലേക്കൊന്നും പോവാതെ നേരെ മറ്റേ ഇതിലോട്ട് ബ്രഹ്മചര്യത്തിലൂടെ തോന്നിയൊരു സംശയമുണ്ട്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമകളെല്ലാം തമിഴ്നാട്ടിലെ ആളുകൾ അവിടുത്തെ ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം പ്രേമലു ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഗോഡ്ലൈഫ് ആണെങ്കിലും അതിൽ വൺ ഓഫ് ദ റീസൺ ആയിട്ട് അവർ പറയുന്നൊരു കാര്യം, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തമിഴ് ചിത്രങ്ങൾ അവിടെ ഇപ്പോൾ റിലീസ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു റിലീസ് മലയാളം ഫിലിംസ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഈ ജയ് ഗണേഷ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ റിലീസ് അവിടെ പോയി പ്രൊമോട്ട് ചെയ്തു, അതിനെ പറ്റിയാണ് ആഗ്രഹമില്ല. ഞാൻ പറയാം, സിനിമ മാക്സിമം ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. പ്രൈമറി ജയ ഗണേഷ് ഒരു ഈ പാൻ ഇന്ത്യ ടേം എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാ കഥകൾക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിക്കും എല്ലാ സിനിമയും അല്ല എന്ത്
അല്ലേ? Again, it is too fast. ഇപ്പോൾ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവ് ടീമിന് നമുക്ക് തോന്നിയത് ഇത് ഒരു മലയാള സിനിമയാണ്. ആൻഡ് അത് നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ് ചെയ്തിട്ട് അന്യഭാഷയിൽ ഡബ് ചെയ്തിട്ടൊന്നും പുറത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാള ആക്ച്വലി നമുക്ക് ഓഫീസ് വന്നതാണ്. നമ്മള് അവര് തെറ്റില്ലാത്തൊരു പൈസ ഓഫർ ചെയ്താൽ ഞങ്ങളത് വേണ്ട, അത് ഡിസൈഡ് ചെയ്തത്. അത് വേണ്ടാന്ന് വെച്ചു എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചോയ്സ് ആണത്. ഇതെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ എടുക്കാം, പോയാൽ നമുക്ക് പോയി എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളതിനെ കാണുന്ന വേറെ വിഷയമില്ല. വി വാണ്ട് ഇറ്റ് ടു ബി സീൻ ആസ് എ മലയാളം ഫിലിം. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നാണ് നമ്മുടെ വിഷയം. ഈ എസ്പെഷ്യലി ടൈറ്റിൽ ഭയങ്കര ക്യാച്ച് ആയതുകൊണ്ടും കുറച്ചിങ്ങനെ ഇതിനെ കുറിച്ച് ചർച്ചകൾ വന്നതുകൊണ്ട് ഈ ഒബ്വിയസ്ലി ആൾക്കാർ നമുക്ക് ഓഫേഴ്സ് വന്നു എങ്ങനെ ചെയ്യുന്നത്. ബട്ട് രഞ്ജിത്തിനുണ്ടായിരുന്ന എനിക്ക് നല്ല കോഴ്സ് മലയാളം ഫിലിം ഡെഫിനറ്റ്ലി അവിടെ റിലീസ് ഉണ്ട്. മാർക്കറ്റിംഗ് ബിക്കോസ് ഇത് കേരളത്തിൽ ആൾക്കാർ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു 90% ഓഫ് മൈ പ്രൊമോഷണൽ പ്ലാൻ കേരളത്തെ സംബന്ധിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഞങ്ങൾ ദുബായി പോകുന്നുണ്ട്, ദെൻ ചെന്നൈ, ബാംഗ്ലൂർ. ഞങ്ങളിപ്പോൾ ഗുജറാത്തിൽ പോയിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറയുമ്പോൾ ജയഗണേഷ് 11 ആയിരുന്നു ടീമിൻ്റെ പേര്. ഞങ്ങൾ ഫൈനൽസിലൊക്കെ എത്തി. അവിടുത്തെ എല്ലാവരെയും കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് പറയാം. ക്രിക്കറ്റ് ആണെങ്കിലും ജസ്റ്റ് ബീങ് വെരി എന്താ പറയുക ലൈറ്റ് നോട്ട്. നമ്മൾ നമ്മുടേതായ രീതിയിൽ എനിക്കൊരു സെറ്റ് ഓഫ് ഇങ്ങനെ തന്നെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റെ സിനിമയുണ്ട്, നിങ്ങൾ വന്ന് കാണണമെന്ന് ഞാൻ ഏറ്റവും രസകരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കാറുണ്ട്. സോ ഐ ഡോണ്ട് ഫോളോ എ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ പ്രൈമറിലി ബിക്കോസ് നമ്മൾ ഈ പടത്തിന് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്കൊരു സിനിമയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു സിനിമ ഇപ്പോൾ നമുക്ക് വേറെ പല ഓഫേഴ്സ് വന്നു, ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അത് നമ്മുടെ പടത്തിന് സൂട്ട് ആവില്ല എന്നും ഈസിലി ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ നമുക്ക് വർക്കാവില്ല. ദാറ്റ് ഈസ് റോങ് ആയ രീതിയിൽ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടും. ഈ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വെക്കണം ബിക്കോസ് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ സ്റ്റാൻഡില്ല. അങ്ങനത്തെ കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ നമ്മുടെ മുന്നേ വന്ന സിനിമകൾ ചെയ്ത എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ചിലപ്പോൾ സൂട്ടാവില്ല, ചിലത് സൂട്ടാവും. വി ആർ അപ്പ് ഫോർ ഇറ്റ് എന്ന് വെച്ചാൽ മലയാള സിനിമ മാക്സിമം ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. എൻ്റെ ലൈഫ് തന്നെ മാറ്റി പറിച്ചത് മലയാള സിനിമ. ഞാൻ തുടങ്ങിയത് തമിഴ്നാണെങ്കിൽ എനിക്കൊരു രഞ്ജിത്ത് പറഞ്ഞ മല്ലൂസി ഹിറ്റായപ്പോൾ ഞാൻ ഇനി മതി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ നായകനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടും സാധിച്ചു. ആ പടം കയറി ഹിറ്റ് പഠിച്ചു. അതുപോലെ ഇനിയിപ്പോൾ കഴിഞ്ഞു. ഇനി തിരിച്ചു. അപ്പോൾ ഞാൻ 9 മാസം ഗുജറാത്തിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ സൂപ്പർ ഹിറ്റ് ഫിലിം എനിക്ക് എൻ്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. ഇനി 5 സിനിമകൾ ചെയ്ത് ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി അവിടെ നിൽക്കുന്നു എൻ്റെ ക്ലാസ്സിൽ. ബിക്കോസ് ഇനി ചിലപ്പോൾ ഒരു നടൻ 2 തവണ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു 25-26 വയസ്സിൽ എനിക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. പക്ഷെ ഞാൻ ബൈ ദ ടൈം ഞാൻ വിക്രമാദിത്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നോ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സിനിമ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ പഠിത്തം പിന്നെ നിർത്തി. സോ എൻ്റെ കുറച്ച് എന്താ പറയുക വൈൽഡായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ബട്ട് അഗൈൻ ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാറിപ്പോകാനും ആഗ്രഹിക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും നാളെ ഈദും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ, വിഷു ആശംസകൾ. കുടുംബസമേതം നിങ്ങൾ വിത്ത് ഫാമിലി കാണേണ്ട സിനിമയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു 19 പേരുണ്ട്, 100 പേരുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ടേക്ക് യുവർ ഫാമിലീസ്, അവരെ സിനിമ കാണിച്ചു കൊടുക്കും, ഫീഡ്ബാക്ക് അറിയിക്കും. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. യു ബേസിക്കലി എ വെരി നോട്ടി ഗൈ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. സോ ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ്. ഞാൻ നായൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഐ മിസ്ഡ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. അപ്പോൾ അഗെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മെടുക്കനായ മോനാണ്. നിങ്ങൾക്ക് കുറച്ച് ഇത്രയും ഇൻട്രാക്ഷൻ മനസ്സിലായിട്ടാണ്. സോ ഇവൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് മൂവിയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഡൗൺ ഫ്ലൈങ് ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ. Food was very nice in the hotel. This hotel or the other? The one that we were staying while shooting. Nice. Okay. കുറച്ചുകൂടെ പറയാനുണ്ടായത് എല്ലാ സിനിമകളിലും ഒരു ഗ്ലസറിൻ നായിക അങ്ങനത്തെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ചെയ്തു. അതായത് അങ്ങനത്തെ ഒരു പാറ്റേൺ ബ്രേക്ക് ഇനി ഒരു പടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഗ്ലസറിൻ നായികയായിട്ട് ഇനി പടം ചെയ്യില്ല, അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്താൽ പിന്നീട് ഇങ്ങനെ ചിത്രം വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണം അങ്ങനെ ഇല്ല. പക്ഷേ ആ ഒരു ഗ്ലിസറിൻ ട്രെൻഡ് ഒന്ന് മാറ്റിയാലോ എന്ന് ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നോടത്ത് ചോദിക്കുന്നത് എല്ലാ സിനിമയിലും കരച്ചിൽ മാത്രമായിരുന്നു.
പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്തു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു. അപ്പം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു, ചെയ്തു. ഡബിങ് അതേപോലെ ചെയ്തുകൂടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി. അപ്പോൾ വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ ഈ പടത്തിൽ രഞ്ജിത്ത് വിളിച്ചു ക്രിമിനൽ ലോയറാന്ന് പറഞ്ഞപ്പോൾ യെസ്, ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ദർശനം വേണ്ട എന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഐ എം സോ ഹാപ്പി. ഇനിയും അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് തെറ്റോ കുറ്റമോ ഒന്നും അല്ല, അതങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ, യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ മൂവിയാണ്. ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യൂർ ഇൻ ലൈഫ്, കുറച്ചും കൂടി നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ഒരു മെച്യൂരിറ്റി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ് ആ ഒരു കറക്റ്റ് ടൈമിൽ.